നമസ്കാരം, ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2025 വികസന സെമിനാർ ഇന്ന് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്വാഗതവും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷതയും വഹിച്ചു. പയ്യന്നൂർ MLA ടി മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികളെ കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ നിർമ്മിച്ചു നൽകിയ പഞ്ചായത്ത് ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് എന്നും അത്തരത്തിലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിൽ ചെറുപുഴ പഞ്ചായത്ത് മുന്നിട്ട് നിൽക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. കാണാം വിശദമായി. ഈ വികസന സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ ഭരണസമിതിയുടെ അവസാനത്തെ വികസന സെമിനാറാണ് എന്ന് പറയുന്നത്. 4 വർഷം കഴിഞ്ഞും ചുമതലയേറ്റ് വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയുമാണ് ഭരണസമിതി ഈ വികസന സെമിനാറിനെ അഭിമുഖീകരിക്കുന്നത്. കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനം, ചില കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ എന്നത് തിരിച്ചറിവും, പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആദ്യമായി എനിക്ക് പറയാം. അതിന് പല കാരണങ്ങൾ. ഏറ്റവും അധികം വിമർശനം നേരിടുന്നത് ചെറുപുഴ മേലെ പ്രസാദത്തിന് ഒരു ശൗചാലയം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. 4 വർഷം മുമ്പ് ചുമതലയേറ്റ അവസരത്തിൽ അന്ന് വിജയിച്ച LDF-ന്റെ പ്രമുഖ പാർട്ടിയായ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. ഇന്നാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഭരണസമിതിക്ക് വേണ്ടി ഞാൻ വെച്ച ഒരു സാധ്യതയാണ് മേലെ ബസാറിലെ ഒരു ശൗചാലയം. അതിനെയും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അന്ന് ശൗചാലയം നിർമ്മിക്കാമെന്നും ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്. അത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇതുപോലെ തുല്യമായ ഭംഗിയുള്ളതാക്കി തീർക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണ്. അന്ന് ഭരണകൂടത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം അന്ന് എന്നെ കേട്ടവർ ആരും ഇപ്പൊ ഓർമ്മയില്ല. എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും 2-3 സെന്റ് സ്ഥലം ആരെങ്കിലും തന്നാൽ എന്നാണ്. നിർഭാഗ്യവശാൽ അതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിലയ്ക്ക് വാങ്ങാനാണെങ്കിൽ പോലും നമ്മുടെ തൊട്ട് വരുന്നവരേക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും കുറഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്ഥലം ഉപേക്ഷിക്കുന്നുണ്ട്. അത് സാധിക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അത് സാധിക്കാൻ കഴിയും, സാധിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, അന്ന് പറഞ്ഞത് നടപ്പാക്കാത്ത ഒരു കാര്യം ഭാഗികമായി മാത്രം നടപ്പാക്കിയതാണ്. പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാം. ഇനി 70% പൂർത്തീകരിക്കാനുള്ള ഒന്ന് നമ്മുടെ മിനി സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണം. അത് നമുക്കറിയാം പൂർത്തീകരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. മറ്റു നിരവധിയായ കാര്യങ്ങളിൽ നമ്മൾ 100% മുന്നിൽ കൂടി പരമാവധി ചെയ്യാൻ വേണ്ടി കഴിവുണ്ട്. ഏതായാലും ചില കാര്യങ്ങൾ മാത്രം, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കേരള ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് ലൈഫ് ഭവനം. കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ച, ഈ ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി അഭിമാനത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ 412 വീടുകൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. 412 കുടുംബങ്ങൾക്ക്
അടച്ചുറപ്പുള്ള വീട്ടിൽ അന്ത്യ ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാൽ കേരളമെന്ന് പറയുന്നത് കേരളത്തിലെ ഒന്നാം നമ്പറാണെന്ന് അവരിൽ നിന്നാണ് അവകാശപ്പെടുന്നില്ലെങ്കിലും കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ വീട് നൽകിയ പഞ്ചായത്ത് ചെറുകിട പഞ്ചായത്താണ് എന്ന് അറിയിക്കുന്നതിൽ അല്പം അഭിമാനമുണ്ട്. ധാരണയുമില്ല. അവർ കേന്ദ്ര ഗവൺമെന്റിന് ഒരു വീടിന് 72 ലക്ഷം രൂപ വെച്ച് 72,000 രൂപ വെച്ച് തന്നാൽ മതി. നമുക്ക് 4 ലക്ഷം രൂപ ഉണ്ടാവണം. ST വിഭാഗത്തിലാണെങ്കിൽ അത് 6 ലക്ഷം രൂപയും ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും വളരെ തീവ്രമായ ശ്രമത്തിലാണ് പരമാവധി വീടുകൾ ഞങ്ങളുടെ കാല അളവിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഒരു വാഗ്ദാനമായിരുന്നത് ചെറുപുഴയിലെ വഴിയോരങ്ങൾ 500 മീറ്റർ വീതം ഓരോ റോഡുകളും പഞ്ചായത്ത് റോഡുകളും ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പണം നീക്കി വെച്ചത്. സ്ട്രീറ്റ് മെയിൻ വലിച്ച് ചെയ്ത സ്ഥലങ്ങളുണ്ട്. സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളുമുണ്ട്. നമുക്കുണ്ട് പരമാവധി സംഖ്യ മാറ്റി വെച്ചെങ്കിലും ഇനിയും കുറച്ച് ലൈറ്റുകൾ കൂടി വേണ്ടിവരും എന്നാണ് ഞങ്ങളിപ്പോൾ കണക്കാക്കുന്നത്. അതെന്തായാലും ഈ അടുത്ത മാസങ്ങളിൽ തന്നെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. ഗ്രാമീണ റോഡുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡുകൾ തെരുവുവിളക്കുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം തദ്ദേശ ഭരണ സ്ഥാപനത്തിനാണ് എന്ന ഒരു ആശയം, ആ ധാരണ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് 18 വാർഡുകളിൽ ഞങ്ങൾ 500 മീറ്റർ മാത്രം തുടങ്ങി വെച്ചത്. പിന്നെ കുടിവെള്ള രംഗത്ത് ലാഭുള്ള ഒരേ ഒരു സ്ഥാപനം പുളിങ്ങോം FSCയാണ്. സമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായാൽ അത് പിന്തുണയില്ലായ്മയുടെ ലക്ഷണമായി ഞാൻ കാണുന്നില്ല. അതങ്ങനെ ഉണ്ടാവണമല്ലോ. വിമർശനങ്ങളിലൂടെ മാത്രമേ നേരാൻ വഴിക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളുടെ ഭരണസമിതി. ഈ ഭരണസമിതിക്ക് നിങ്ങൾ എല്ലാവരും ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയും തുടർന്നും ചെറുപുഴ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം വഹിക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള പിന്തുണ നൽകണമെന്ന് വളരെ വിനയപുരസരം ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടനത്തിനായി പ്രിയപ്പെട്ട MLA ശ്രീ ടി. എ. മധുസൂദൻ അവരെ ക്ഷണിക്കുന്നു. സന്തുഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്ന നിലയിൽ സംസാരിക്കുന്നത് കുറച്ച് അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ സമയം വിനിയോഗിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് കരുതുന്നത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗാരക്ഷി മാഷ് സൂചിപ്പിച്ചതുപോലെ 14ാം വാർഷിക പദ്ധതിയിലെ 4ാം വർഷത്തെ വികസന രേഖയാണ് ഈ സെമിനാർ. അതിൻ്റെ കരടാണ് ഈ സെമിനാറിൽ അവതരിപ്പിക്കുന്നത്. അത് ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാനത്തെ വാർഷിക രേഖാ സമർപ്പണം. പഞ്ചായത്ത് മെമ്പർമാർക്ക് വിഷമമുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അയാളുടെ മുഖത്ത് കുറച്ച് മാനനീയത പറയും. ഇനിയും അവസരങ്ങൾ ഇല്ലാതായി പോവുമോ? മുൻ മെമ്പർമാരുണ്ട്, നിലവിലുള്ള മെമ്പർമാരുണ്ട്. നമ്മളെല്ലാവരും ഭാഗവാക്കാകുന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ വികസന ലക്ഷ്യം. അത് മെമ്പറായാലും സാധാരണ വോട്ടറായിട്ടുള്ള പൗരന്മാരായി. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി വരികയും പോവുകയും ചെയ്യുന്നു. അത് അതുപോലെ അതിൻ്റെ വികസന കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം. ഈ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയുടെ വടക്ക് കിഴക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭൂമിശാസ്ത്രപരമായി നിരവധി സവിശേഷതകളുള്ള ഒരു പഞ്ചായത്ത്. പ്രകൃതി കനിഞ്ഞരുളിയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിമനോഹരമായിട്ടുള്ള
വനപ്രദേശത്തിൻ്റെ സൗന്ദര്യവും ആ വനപ്രദേശത്തെ അതിരിവെച്ച് ഒഴുകുന്നൊരു പുഴയും ഊട്ടിയിലും മറ്റും കോടമഞ്ഞൊക്കെ കാണാൻ പോകുന്നവർക്ക് എന്താ ഈ നാട് നിങ്ങളെ മറന്നു പോയോ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പാകത്തിലുള്ള സവിശേഷമാർന്ന നമുക്കത്രമാത്രം അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. മുറ്റത്തെ മുല്ലക്ക മണമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് പലപ്പോഴും വിതരണ പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. 19,000-ലധികം സ്ത്രീകളുണ്ട് ഈ പഞ്ചായത്തിൽ. ആണുങ്ങൾ 18,000 ഉള്ളൂ. ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പഞ്ചായത്തിലെ സ്ത്രീകൾക്കുള്ള പ്രാമുഖ്യം അംഗീകരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ച് നടക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. വേറെ ഞാനിപ്പോൾ പറയുന്നു. ആ ബഹുമാനമൊക്കെ കൊടുത്തിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കിയേ പറ്റും. പ്രത്യേകിച്ച് പുതിയ കാലം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പഞ്ചായത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ ഒരു കാലയളവിൽ ഏതാണ്ട് 150 കോടി രൂപയും ചില പദ്ധതികൾ വരാനുള്ളത് കൂടി കൂട്ടിയിട്ട് ഞാൻ മുറ്റപ്പതാക്കി. ഇപ്പൊ വന്നു കഴിഞ്ഞ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് 135 കോടി 63 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് വഴി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. അത് റോഡുകളുടെ കാര്യങ്ങൾ മാഷ് പറഞ്ഞു. കേരഗ്രാമ പദ്ധതി ഈ മണ്ഡലത്തെയാണ്, ഈ മണ്ഡലത്തിൽ ആദ്യമായി തെരഞ്ഞെടുത്ത ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെയാണ് 1 കോടി രൂപ അതിനു വേണ്ടി നമുക്ക് ലഭിച്ചു. പിന്നീട് പാലം, കായിക മേഖലയ്ക്കുള്ള പുരോഗതിക്ക് വേണ്ടി മിനിമം ഗ്രൗണ്ട്. ഞങ്ങൾ ആദ്യം നോക്കിയത് ഈ പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരിച്ചെടുക്കാൻ പറ്റുമെന്നതാണ്. പക്ഷെ സ്ഥലവുമില്ല, വികസിപ്പിക്കാനും സ്ഥലം. അതിന് 10 ലക്ഷം രൂപ ഞങ്ങൾ നീക്കി. അടിയന്തരമായിട്ട് പട്ടണത്തിൽ ഒരു സൗകര്യം നമ്മുടെ പൈസ കൊടുക്കുന്ന കാര്യമായിട്ടൊരു സഹായം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് കുളിങ്ങോം തുണ്ട സ്കൂളിൽ 3 കോടി രൂപ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. 2 അയൽസഭ ചേർന്നു. അവിടെ മാറി ചർച്ച നടത്തി, വിവിധ ആളുകളെ വിളിച്ചു. പെൺമകളുടെ ഗ്രാമസഭ നടന്നു, വയോജന ഗ്രാമസഭ നടന്നു, വനിതാ ഗ്രാമ. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെന്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.